CPM മുൻ MLA എസ് രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിൽ പ്രതികരണവുമായി MM മണി. എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പോയതിൽ CPMന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നും പുകഞ്ഞുകൊള്ളി പുറത്താണ്. രാജേന്ദ്രൻ കാണിച്ചത് പിറപ്പുകേടാണ്. CPM രാജേന്ദ്രനെ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. വർഷങ്ങളായി രാജേന്ദ്രൻ പാർട്ടിയിലില്ല. ഒരു പാർട്ടി അനുഭാവിയെപ്പോലും കൊണ്ടുപോകാൻ രാജേന്ദ്രന് കഴിയില്ല. MM മണി പോയാൽ പോലും പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അത്രയും വലിയ ബഹുജന അടിത്തറ CPMനുണ്ടെന്നും MM മണി പ്രതികരിച്ചു. മുൻ ദേവികുളം MLA രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തിയാണ് BJPയിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത്. നീലംപേരൂരിൽ നിന്നുള്ള CPIM പ്രവർത്തകൻ സന്തോഷും BJPയിൽ ചേർന്നു. താൻ പ്രമുഖനല്ലെന്നും CPMനെ ഒരു കാലത്തും ചതിച്ചിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. പലതും സഹിച്ചിട്ടുണ്ട്, പലപ്പോഴും ഉപദ്രവിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തോട്ടം മേഖലയിൽ സർക്കാരിന്റെ സഹായം ആവശ്യമുണ്ടെന്നും അതിനാൽ BJPയിൽ ചേരുന്നുവെന്നും എസ് രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. 3 വർഷമായി രാജേന്ദ്രൻ BJPയിലേക്കെന്ന പ്രചാരണമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 2024 മാർച്ചിൽ ദില്ലിയിലെത്തി പ്രകാശ് ജാവദേക്കറെ രാജേന്ദ്രൻ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും BJPയിൽ ചേരുമെന്ന പ്രചാരണമുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേവികുളത്ത് 3 വട്ടം MLA ആയിരുന്ന രാജേന്ദ്രൻ BJPയിലെത്തി. ഇടുക്കിയിൽ നിന്നുള്ള CPI നേതാവ് ഗുരുനാഥൻ, CPM പ്രവർത്തകൻ സന്തോഷ് എന്നിവരും രാജേന്ദ്രനൊപ്പം BJP അംഗത്വം സ്വീകരിച്ചു. മൂന്നാറിൽ 8-ാം തീയതി നടക്കുന്ന പൊതുപരിപാടിയിൽ എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പേർ അംഗത്വം സ്വീകരിക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചു.